നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഷാർജയിൽ അക്ഷരങ്ങളുടെ മഹോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം പുരോഗമിക്കുകയാണ്. ഇത്തവണ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2500ഓളം പ്രസാധകരാണ് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. നിരവധി പ്രവാസികളുടെയും പുസ്തകങ്ങൾ ഇത്തവണ പുസ്തകമേളയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അക്ഷരങ്ങളെയും എഴുത്തിനെയും സ്നേഹിക്കുന്നവർക്കായി ഷാർജ ഒരുക്കുന്ന മഹോത്സവത്തിന്റെ പുതിയ സീസണ് തുടക്കമായിരിക്കുകയാണ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 44ാമത് പതിപ്പ് ഏറെ വ്യത്യസ്തതകളോടെയാണ് പുരോഗമിക്കുന്നത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരത്തി 1925 തന്റെ ലൈബ്രറി സ്ഥാപിച്ചതിന്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് ഇത്തവണത്തെ പുസ്തകമേള. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമഗ്ര അറബിക് വിജ്ഞാനകോശത്തിന്റെ ആദ്യഘട്ടവും ഷെയ്ഖ് സുൽത്താൻ പുറത്തിറക്കി. പുസ്തകമേളയിൽ ഗ്രീസാണ് ഇത്തവണത്തെ അതിഥി രാജ്യം. വി സ്പീക്ക് ബുക്സ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഇത്തവണത്തെ മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 2000ഓളം പ്രസാധകർ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശരിക്കൊരു അത്ഭുതമാണ്. കാരണം ഓരോ പ്രാവശ്യവും അവർ നമ്മളെ ഏതൊക്കെ രീതിയിൽ പുസ്തകത്തോട് നമ്മളെ അടുപ്പിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള വളരെ രസകരമാണ്. പുസ്തകങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ എന്ന് പറയുമ്പോൾ അവിടെ അകൽച്ചില്ല. എങ്ങനെയൊക്കെ അടുപ്പിക്കാം, ഏതൊക്കെ രീതിയിൽ പുസ്തകത്തെ നിങ്ങളുടെ പുസ്തകപ്രേമികളാക്കാം എന്നുള്ളത് ഓരോ വർഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സുഖമാണ് ഷാർജ പുസ്തകോത്സവം. പുസ്തകമേളയോടനുബന്ധിച്ച് പ്രസാധക സമ്മേളനത്തിലും കഴിഞ്ഞ ദിവസം ഷാർജ വേദിയായിരുന്നു. ലോകത്തിലെ വിവിധയിടങ്ങളിലെ പ്രസാധകർ ഒരുമിച്ചിരുന്ന് പുതിയ കാലത്തെ പ്രസാധക രംഗത്തെ വെല്ലുവിളികളും മാറ്റങ്ങളും ചർച്ച ചെയ്തു. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ഡിജിറ്റൽ പ്രസിദ്ധീകരണങ്ങൾ സംബന്ധിച്ച ചർച്ചകളും പ്രഭാഷണങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു. കേരളത്തിൽ നിന്നും നിരവധി പ്രസാധകർ ഇത്തവണ എത്തിയിരുന്നു. കൈരളി ബുക്സ് ഓരോ തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പങ്കെടുക്കുമ്പോഴും ഇവിടെയുള്ള എഴുത്തുകാരുടെ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈരളി ബുക്സിനെ സംബന്ധിച്ച് അതാണ് ആദ്യമായി എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ വിറ്റുപോകുന്നുണ്ട്. ഇത്തവണ നമ്മൾ ഈ പ്രവാസി മലയാളികളുടെ 61 പുതിയ പുസ്തകങ്ങൾ ഇവിടെ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വ്യക്തിഗതമായ പുസ്തകങ്ങൾ ഉണ്ട്, സമാഹാരങ്ങളുണ്ട്. ഇവിടുത്തെ മലയാളി കൂട്ടായ്മ പ്രണയ മൽഹാർ എന്ന് പറയുന്നൊരു പുസ്തകവും, അതുപോലെ തന്നെ കയ്യൊപ്പ്, പിന്നെ ഇവിടുത്തെ വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ സമാഹാരങ്ങൾ, കവിതകളുമായിട്ടുള്ള സമാഹാരങ്ങൾ ഉൾപ്പെടെയുള്ള അങ്ങനെ ഒരു ബഹുസ്വരതയുടേതായ കുറേ പുസ്തകങ്ങളും വ്യക്തിഗതമായ പുസ്തകങ്ങൾ ഉൾപ്പെടെ കഥകളും നോവലുകളും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഷാർജ പുസ്തകോത്സവം പുതിയ എഴുത്തുകാർക്ക് നൽകുന്ന പ്രോത്സാഹനം ചെറുതല്ല. എക്സ്പോ സെന്ററിൽ പുസ്തകമേള കാണാനെത്തുന്ന ആളുകളെ പോലും വലിയ തോതിൽ സ്വാധീനിക്കുകയും വായനയുടെ ലോകത്തിൽ നിന്ന് അവരെ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നുവരാൻ കാരണമാക്കുകയും സ്വന്തം അക്ഷരങ്ങൾക്ക് മഷി പൊരുളാൻ ഇടയാക്കുകയും ചെയ്യുന്നത് സാധാരണമാവുകയാണ്. പുസ്തകോത്സവത്തിൽ ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുക എന്ന ആഗ്രഹം ഓരോ എഴുത്തുകാരനും വരുന്നതും ഇന്ത്യയിൽ നിന്നടക്കം ഇവിടെ എത്തി പുസ്തക പ്രകാശനം നടത്തുന്നതും അതുകൊണ്ടാണ്. ഷാർജ പുസ്തകമേളയിൽ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്ത് പിന്നീട് എഴുത്തിന്റെ ലോകത്ത് വലിയ ആകാശങ്ങൾ കീഴടക്കിയ എത്രയോ എഴുത്തുകാരുണ്ട്. അത്രയധികം പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ വലിച്ചടുപ്പിക്കുന്ന മേളയാണിത്. എല്ലാവരും ഉംറയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ചിട്ടവട്ടനുസരിച്ച് പോകുന്നത്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് ഉംറ ചെയ്തവർക്കും ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ചെയ്യാത്തവർക്കും മറ്റിതര മതസ്ഥർക്കും കൂടി മനസ്സിലാവുന്ന വിധത്തിൽ വളരെ ഹ്രസ്വവും ലളിതമായിട്ടുള്ള എഴുതിയിരിക്കുന്നൊരു പുസ്തകമാണത്. ഉംറ മക്ക മദീന എന്നുള്ളൊരു പുസ്തകമുണ്ട്. കഴിഞ്ഞ 40 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായ അനവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയാണ്ടി വന്നു. അതിൽ കുവൈത്ത് യുദ്ധം എന്നെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർത്തു. അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി.
ആ ബിസിനസ് രംഗത്തുണ്ടായിരുന്നു. 2 പേർക്ക് ജാമ്യം എന്നതിൻ്റെ പേരിൽ അവരെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു. അത് മാത്രമല്ല, പിന്നീട് അതിലുള്ള കവിതകൾ കാശ്മീരിലെ സംഭവങ്ങളും മണിപ്പൂർ സംഭവങ്ങളും കേരളത്തിലെ വയനാട് ദുരന്തം, അതുമാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ വികാസം കൊണ്ട് 60 കവിതകൾ, 200ഓളം കവിതകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 60 കവിതകളാണ് ഇതുള്ളത്. മേളയിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാന്നിധ്യം ഇത്തവണയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രവാസി വനിതകളുടെയും കേരളത്തിൽ നിന്നെത്തിയ സ്ത്രീകളുടെയും ഒരു പിടി പുസ്തകങ്ങളാണ് ഇത്തവണ പുസ്തകോത്സവത്തിൽ വെച്ച് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. പ്രവാസി എഴുത്തുകാരുടെ എഴുത്തുകൾ പുസ്തകമാക്കിയ കയ്യൊപ്പിന്റെ പ്രകാശനം നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നടന്നത്. നടൻ മധുപാൽ ഗായിക ലതിക ടീച്ചർക്ക് നൽകിക്കൊണ്ടാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എല്ലാ വർഷവും ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ആളുകളെ കാണുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. വെച്ചാൽ ഞാൻ എപ്പോഴും കാണുന്നത് ഒരുപാട് എഴുത്തുകാരും അതുപോലെ ഒരുപാട് പുസ്തകങ്ങളും എന്നുള്ളത്. ഇത് ശരിക്കും ഒരു സാധാരണമായിട്ടുള്ളൊരു ആഘോഷമൊന്നുമില്ല. നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഫെസ്റ്റിവലിൽ പോകുന്നതിന് അപ്പുറത്തേക്ക് അവിടെ കാണുന്ന കാഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാൾ വലിയ തോതിലുള്ളൊരു കാഴ്ച ഞാനിവിടെ കാണാറുണ്ട്. കാരണം പുസ്തകത്തെ സ്നേഹിക്കുന്ന, പുസ്തകം എഴുതുന്ന എഴുത്തുകാർ, വായനക്കാർ ചേർന്നുള്ള ഒരു വലിയ കൂട്ടായ്മ ഷാർജ ബുക്ക് ഫെയറിൽ പലപ്പോഴും കാണാറുണ്ട്. അത് ഈ വർഷവും അതേപോലെ തന്നെ ഉണ്ടാകും. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരുപാട് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേള കൂടിയാണ്. കാരണം അത്രമേൽ പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ മറ്റ് ഫെസ്റ്റിവലുകളിൽ, ബുക്ക് ഫെസ്റ്റിവലുകളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് സന്തോഷം ഉണ്ടാക്കുന്നത്. ചെറിയ ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് സ്റ്റോറീസ്, ചെറിയ കഥകളും കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് എൻ്റെ ഡയറികളിൽ മാത്രമേ ഞാൻ എഴുതിയിരുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴും ദുബായിൽ വരുന്ന സമയങ്ങളിലും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ കഥ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കണം, ഒരു ബുക്കിലേക്ക് എഴുതണം എന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു സാഹചര്യങ്ങളും സമയങ്ങളും ഒന്നും ഒത്തു വന്നിട്ടില്ല. പക്ഷേ അവിചാരിതമായിട്ടാണ് ഞാൻ സർവകലാശാലയുടെ പരസ്യം കാണുന്നതും അതിൽ അഡ്വർടൈസ്മെൻറ്റിൽ എൻ്റെ ഷോർട്ട് സ്റ്റോറി അയക്കുന്നതും. അതെനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റായി മാറുകയും ചെയ്തിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് എഴുതി തുടങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട പെട്ടെന്ന് അയച്ചു വിട്ടു. അത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സമാഹാരത്തിലേക്ക് ഒരു കഥ പ്രസിദ്ധീകരിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് പ്രസിദ്ധീകരണമാണ് ഇതെന്ന് വേണം പറയാം. കാരണം അതിന് ശരിക്കും അവസരം ഒരുക്കിയത് സർവകലാശാലയാണ്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിൻ്റെ സംഭവം കാണുന്നത്. അപ്പം ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പോലും ഇത്രയും വലിയൊരു മഹത്തായ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ ഈ ചാടിയിരിക്കുന്നതെന്ന് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ഇത്രയും വലിയ എഴുത്തുകാരുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു ഭാഗമാകാൻ പറ്റി. ദൈവാനുഗ്രഹം, സന്തോഷം. അതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനൊരു അവസരം കിട്ടിയത്. ഒരുപാട് നന്ദി. ഇതുപോലൊരു പ്രവാസ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു ഇത്. കുറേ എഴുത്തും കുറച്ച് പുറം ലോകം അറിയാറില്ലായിരുന്നു. അതിനൊരുപാട് നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് മുമ്പിലേക്ക് എഴുതാനുള്ളൊരു പ്രചോദനം കൂടിയാണിത്. ബുക്കിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ വെറുതെ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഞാനൊട്ടും വിചാരിച്ചില്ല എൻ്റെ സ്റ്റോറി സെലക്ട് ആവുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഫസ്റ്റ് സ്റ്റോറി അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതലുണ്ട്. പക്ഷേ ആർക്കും അയച്ചു കൊടുത്തിട്ട് ആരും കാണിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്നത്. സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയത് ഭയങ്കര യാദൃശ്യമായിട്ടാണ്. അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇങ്ങനൊരു കയ്യൊപ്പിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന, ഇൻസ്റ്റാഗ്രാമിൽ വന്ന റീൽ കണ്ടാണ് അന്നാണ് എഴുതാൻ തുടങ്ങിയത്. അത് എഴുതി പെട്ടെന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ആ കഥ ബുക്കിലേക്ക് വന്നത് അത് തിരഞ്ഞെടുത്തവരുടെ ഇതാണ്. അവർ വായിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളത്തിന്റെ പ്രിയ ഗായിക ലതിക ടീച്ചറുടെ ഹൃദയരാഗ തന്ത്രിമീട്ടി എന്ന പുസ്തകവും പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. അതൊരു ഭയങ്കര സന്തോഷം കേട്ടോ. ശരിക്കും സർവകലാശാലയോടാണ്, എൻ്റെ കൂടെ ആണ് അതിന് നന്ദി പറയുന്നത്. ഇങ്ങനെ ഇത്രയും വലിയ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സംഗീത അനുഭവമാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇതുവരെ സംഗീത 60 വർഷത്തെ അനുഭവമാണ്. ശരിക്കും ഞാൻ പല വഴികളിലൂടെ, പിന്നെ ഒരുപാട് സംഗീത സംവിധായകർ,
ഗാനരചയിതാക്കൾ, ഒരുപാട് ഗായകർ, മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും അത് വായിക്കുമ്പോൾ. യാദൃശ്ചികമായി ഒരിക്കൽ പുസ്തകമേളയിൽ എത്തുകയും അന്ന് അവിടെ നിന്ന് തോന്നിയ ആഗ്രഹം എഴുത്തിലേക്കും വായനയിലേക്കും വാതിൽ തുറന്നിട്ട അനുഭവമാണ് പലരും പങ്കുവച്ചത്. ആദ്യമായിട്ടാണ് ബുക്ക് എഴുതുന്നത്. ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ മൈ കോളേജ് ലൈഫ്. ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ നിന്ന് എല്ലാ കൊല്ലം വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഇൻസ്പയർഡ് ആയ ഒരു ബുക്ക് ഇവിടെ തന്നെ പബ്ലിഷ് ചെയ്യണത്. ഇറ്റ്സ് ബീൻ എ ഡ്രീം. കഴിഞ്ഞ കൊല്ലം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് വി ലോസ്റ്റ് ടു ക്യാൻസർ. അപ്പോൾ അതിന് ശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. ഒരു 6 to 8 months ആയി ഉണ്ടാവും എഴുതാൻ തുടങ്ങിയിട്ട്. അമ്മയും മകളും പുസ്തകങ്ങളുമായി എത്തുന്ന കാഴ്ചയ്ക്കും അതോടൊപ്പം മകളുടെ പുസ്തകം അമ്മ പ്രകാശനം ചെയ്യുന്ന കാഴ്ചയും ഉൾപ്പെടെ നിരവധി വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു ഇത്തവണ പുസ്തകോത്സവത്തിൽ നിറയെ. സമ്മിലൂനി എന്നൊരു കവിതാ സമാഹാരം നല്ല എല്ലാവരും സ്നേഹിക്കുന്നവരുടെ നടുവിൽ വെച്ച് അതെനിക്ക് അമ്മ പ്രകാശനം ചെയ്തു. അതിനൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ. അതിന് വലിയ സമാധാനം, സന്തോഷവും. ഇല്ല, അങ്ങനെ എഴുത്തുകാരിയൊന്നും അല്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ആയതാണ്. അവളൊരു കഴിവ്, അവൾക്ക് എല്ലാവരും സ്നേഹം പിടിച്ചു പറ്റുന്ന അവൾക്ക് കഴിവ്. അങ്ങനെ ഒരു കുട്ടിയാണ്. സന്തോഷം കൊണ്ട് സന്തോഷാശ്രുകണങ്ങളായിരുന്നു എൻ്റെ കണ്ണിൽ. അത് ഞാൻ വിഷമം കൊണ്ട് കരഞ്ഞതല്ല, സന്തോഷാശ്രുക്കളായിരുന്നു. വിദ്യാർത്ഥികളും എഴുത്തിലും സജീവമാണ്. ഓരോ പുസ്തകമേളയിലും പുസ്തകങ്ങൾ എഴുതണമെന്നുള്ള പ്രോത്സാഹനമാണ് തന്നെ വീണ്ടും ഒരു എഴുത്തുമായി പുസ്തകമേളയിൽ എത്തിച്ചത് എന്ന് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനി അനാമിക പ്രവീൺ പറഞ്ഞു. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ 3ാമത്തെ ബുക്കാണ്. ഇറ്റ്സ് എ നോവൽ. ആദ്യത്തെ ബുക്ക് ഒരു പോയമായിരുന്നു. പിന്നെ ഉള്ള 2 നോവലാണ്. എഴുതാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് റീഡിങ് എ വെരി ലോട്ട് ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സെൽഫ് മൈ മോട്ടിവേഷൻ ഫോർ റൈറ്റിംഗ്. പ്രവാസികളുടേതും നാട്ടിൽ നിന്നുള്ള എഴുത്തുകാരുടേതും ഉൾപ്പെടെ 500-ലേറെ പുസ്തകങ്ങളാണ് ഇത്തവണ പ്രകാശനം ചെയ്യുന്നത്. പ്രസാധക സ്റ്റാളുകൾ പ്രവർത്തിക്കുന്ന 7ാം നമ്പർ ഹാളിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് മിക്ക പുസ്തകങ്ങളുടെ പ്രകാശനവും നടക്കുന്നത്. ഓരോ 25 മിനിറ്റിലും ഒരു പുസ്തകം ഇവിടെ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതിൽ പുതിയ എഴുത്തുകാരും പ്രശസ്തരായവരും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. പുസ്തകോത്സവത്തിൽ പുസ്തക വിപണിക്ക് പുറമെ എല്ലാ വർഷവും എത്തുന്ന മറ്റു ചിലർ കൂടിയുണ്ട്. ഓരോ വർഷത്തെയും എഴുത്തുകാരെയും വായനക്കാരെയും കാണാനുള്ള ആഗ്രഹമായാണ് അവരും എത്താറുള്ളത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ അക്ഷരനഗരിയിൽ വരാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള തീമുകളാണ് ഇവിടെ ചെയ്യുന്നത്. വളരെയധികം മനോഹരമാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. 44ാമത്തെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറാണ് ഷാർജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാധ്യത കൂടുതലുള്ള ഹാളാണ് നമ്പർ 7. അതിനകത്ത് നമ്മുടെ റിയൽ വേവിൻ്റെ സ്റ്റാളും ഈ വർഷവും നിങ്ങൾക്ക് വേണ്ടി മറിഞ്ഞൊരുക്കിയിട്ടുണ്ട്. ഈ പവലിയിൽ ഏറ്റവും കൂടുതൽ ജനസാധനം ഉള്ളത് നമ്മൾ കേരള പവലിയനും കൂടിയാണ്. 8 വർഷത്തോളമായി ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിന് പങ്കെടുക്കുന്നത്. പിന്നെ ഓരോരോ വർഷം ഓരോരോ അനുഭവങ്ങളാണ്. പിന്നെ ഒരുപാട് ബുക്കുകൾ വായിക്കാനും അറിയാനും പറ്റുന്ന UAE-ലെ ഏക ഒരു അവസരമാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. പുസ്തകോത്സവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും പങ്കെടുക്കുന്ന നിരവധി സാംസ്കാരിക പരിപാടികൾ, ചർച്ചകൾ തുടങ്ങിയവ വരും ദിവസങ്ങളിൽ അരങ്ങേറും. വ്യത്യസ്തനായ ഫോട്ടോഗ്രാഫറെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൃശ്ശൂർ സ്വദേശിയായ അനീഷ് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ ഇന്ന് മലയാളികൾക്ക് തന്നെ അഭിമാനമായി മാറുകയാണ്. മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ 1:1 അതിൻ്റെ റിയൽ സൈസിൽ നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിനാണ് അതിന് മാക്രോ ഫോട്ടോഗ്രാഫി. നമ്മളിപ്പോൾ എപ്പോഴും ഈ മാക്രോ ഫോട്ടോഗ്രാഫി നമ്മൾ ഇറങ്ങുമ്പോൾ അതിൽ കൂടുതലായിട്ടും ഈ എല്ലാതും ഒരു 1 മീറ്ററിൽ താഴെ പുല്ലിൻ്റെ താഴേക്ക് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് നോക്കിയും ഇതാവണം. ഇതിൻ്റെ ഓരോ മൊമെൻറ്റും വളരെ പെട്ടെന്നായിരിക്കും. നമ്മളെ അത്രയും വെയിറ്റ് ചെയ്ത് ക്ഷമയോട് കൂടിയിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് മാക്രോ ഫോട്ടോഗ്രാഫി. ഈ ഒരു മേഖലയ്ക്ക് കടന്നതെന്ന് വെച്ചാൽ പണ്ട് ഇങ്ങനെ ഞാൻ ബാക്കിയുള്ളവർ ക്യാമറ ഒക്കെ വേണ്ടി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങും. അന്നൊരു ക്രൈസായിരുന്നു ഈ ഫോട്ടോനോടുള്ളൊരു പ്രത്യേക ഒരു ഇഷ്ടം. പിന്നെ സ്വന്തമായി ഇവിടെ വന്നതിന് ശേഷമാണ് 2008 ഞാനൊരു ക്യാമറ സ്വന്തമായിട്ട് മേടിച്ച് പിന്നെ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോന്നൊക്കെ ബുക്കിലും എല്ലൊക്കെ നോക്കി ഓരോന്ന് പഠിച്ചെടുത്ത്. ആദ്യമായിട്ട് ഞാൻ DSLR ക്യാമറ മേടിച്ചത് 2008 2008 ക്യാമറ മേടിക്കുമ്പോൾ DSLR ക്യാമറയെ പറ്റിയുള്ള ഒന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ഓട്ടോ മോഡിലായിരുന്നു. പിന്നെ ഓട്ടോ മോഡ് നമ്മൾ വിചാരിച്ചിടത്തേക്ക് ക്യാമറ വരാത്തതുകൊണ്ട് ഞാനത് പതുക്കെ മാറ്റി പിന്നെ മാനുവൽ പഠിക്കാൻ തുടങ്ങി. മാനുവൽ സ്വന്തമായിട്ട് ബുക്കുകളും അതൊക്കെ വായിച്ച് പഠിച്ചെടുത്തതാണ് മാനുവലായിട്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് അങ്ങനെയുള്ള എല്ലാ ഫോട്ടോസും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബേഡിങ്. പിന്നെ ഒരിടയ്ക്ക് ഞാൻ നമ്മളവിടെയൊക്കെ നാട്ടിലൊക്കെ വെള്ളം കയറുമ്പോൾ ഈ പാടത്ത് നിന്ന് 1-2 പ്രാവശ്യമൊക്കെ വെക്കേഷനൊക്കെ ചെല്ലുമ്പോൾ ഈ ചെറിയ നമ്മുടെ പ്രാണികളും തുമ്പികളും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യം എടുത്തിരുന്നു. പിന്നെ കൂടുതലും ബേഡ്സൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചൊന്ന് ഡെവലപ്പാക്കിയപ്പോഴാണ് മാക്രോയിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത്. ഈ ചെറിയ ഡീറ്റെയിലുകൾ കാണുമ്പോഴുള്ളൊരു അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭംഗി പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അതിലേക്ക് കണ്ട് കൂടുതലായി കയറി നല്ല ഫോട്ടോസ് കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്തു. ഒറ്റത്തൊരു മാക്രോ ഫോട്ടോഗ്രാഫി എടുത്തത് എന്ന് വെച്ചാൽ ഒരു റോബർ ഫ്ലൈയുടെ ആയിരുന്നു. റോബർ ഫ്ലൈ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാക്രോ ഫോട്ടോഗ്രാഫിയുടെ കൂടുതൽ വശങ്ങളൊന്നും അറിയില്ലായിരുന്നു. ആ സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളൊരു തലയാണ് നമ്മൾ ആദ്യം നോക്കിയിടുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കിയിടുന്നുള്ളൂ. തല എങ്ങനെ കിട്ടുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. പിന്നെയാണ് തല കിട്ടി പിന്നെ ഫുള്ളായിട്ട് എങ്ങനെ കിട്ടുക എന്നുള്ളൊരു അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് പിന്നെ മാക്രോയിൽ കൂടുതൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ലെൻസ് വാങ്ങിച്ചു. 105 mm ഒരു ലെൻസ് മേടിച്ചു. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ളത്. നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ നേരിട്ട് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളതിൻ്റെ ഏർലി മോർണിംഗ് നമ്മൾ പോകുമ്പോൾ സൺറൈസ് ആ ടൈമിൽ ആണ് നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ ടൈം ആവുമ്പോൾ നമുക്ക് ആ ബട്ടർഫ്ലൈനായാലും ഏതൊരു ഇൻസെക്റ്റിനായാലും പെട്ടെന്ന് നമുക്ക് പതുക്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും, ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല. സൺലൈറ്റ് കൂടുതൽ വരുമ്പോഴാണ് ഇവയൊക്കെ കൂടുതൽ പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിനെ കൂടുതൽ ക്ലോസ് ആയിട്ട് പോയി എടുക്കാനും പറ്റും. അത് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. പിന്നെ ലൈറ്റ് വരുന്തോറും മൂവ്മെൻറ്റ്സ് കൂടും. പിന്നെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൺലൈറ്റിൻ്റെ നമ്മുടെ ഷേഡോ ഈ ബട്ടർഫ്ലൈയുടെ മേത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മിക്കപ്പോഴും. അതേപോലെ കാറ്റുള്ളപ്പോഴും ഇതേപോലെ അവസ്ഥ. എപ്പോഴും നമ്മൾ നാച്ചുറൽ ഇറങ്ങുമ്പോൾ ഈ സ്മെല്ലാണ് കൂടുതലും പ്രശ്നങ്ങളൊക്കെ വരാം. സ്മെല്ല് പെട്ടെന്ന് ഈ ജീവജാലങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഷെയ്ഡും പെട്ടെന്ന് നമ്മൾ ഇതായി കിട്ടും. അതേപോലെ ഓരോ സ്റ്റെപ്പും നമ്മൾ അത്രയും സ്ലോവിൽ കരുതി വേണം മുന്നോട്ട് പോകാൻ. ദിവസങ്ങളിലും പിന്നെ അതേപോലെ വീക്കെൻഡ്സിലൊക്കെയാണ് നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എപ്പോഴും ലൊക്കേഷനിൽ എത്തുന്നത് സൺറൈസിൻ്റെ ടൈമിലാണ്. സൺറൈസിൽ ആണ് പോയിട്ടുണ്ടെങ്കിലാണ് നല്ല ഫോട്ടോസും നേരത്തെ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ്സ് കുറവായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഏർലി മോർണിംഗിലാണ്.
ഏർലി മോർണിംഗിൽ ഒരു നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഇത്തിരി ടൈം തണുപ്പൊക്കെ ആയ കാരണം ഒരു 6 മണിയൊക്കെ ആയിട്ട് ഇറങ്ങുള്ളൂ. അതല്ലെങ്കിൽ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ലൊക്കേഷനെത്തും. 5-5:30 ആകുമ്പോൾ ലൊക്കേഷനിലെത്തും. പിന്നെ അവിടെ ഒരു 3-4 മണിക്കൂർ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. കിട്ടിയതിൽ വെച്ചിട്ടുള്ളത് ഞാനൊരു ബട്ടർഫ്ലൈനെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്നാണ് ഈ ഒരു ബട്ടർഫ്ലൈ അത് ഇങ്ങനെ പറന്നുപോയി അതിൽ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സൗണ്ട് കിട്ടും. പെട്ടെന്ന് ചിറകടിക്കുന്ന ഒരു സൗണ്ട് പോലെ, ഈ ബട്ടർഫ്ലൈയുടെ ഒക്കെ ചിറക് ഇങ്ങനെ അടിക്കുന്ന ഒരു സൗണ്ട് പോലെ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു മാൻറ്റീസ് ഈ ബട്ടർഫ്ലൈനെ പിടിച്ചിട്ടുള്ളൂ. പിടിച്ച വശം അതാണെങ്കിൽ നല്ല ലൈറ്റിലിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ആണെങ്കിൽ ലോ ലൈറ്റ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ക്യാമറ തിരിച്ചു വെച്ച് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തത്. ആ ഫോട്ടോസ് പലയിടത്തുനിന്നും നല്ല അംഗീകാരം കിട്ടി. പല ആൾക്കാരും അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. അതിപ്പോഴും എനിക്കൊരു ഫേവറേറ്റ് ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഒരു വാസ്പ്, ഒരു ഡ്രാഗൺ ഫ്ലൈയെ പിടിച്ചൊരു ഫോട്ടോ, അത് ഞാൻ എടുത്തത് ഹത്തയിൽ നിന്നാണ്. അതേപോലെ രാവിലെ തന്നെയാണ്. ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ ഡ്രാഗൺ ഫ്ലൈയെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്ലിക്ക് എടുത്ത് നോക്കി. അപ്പോഴേക്കും പിന്നെ ഡ്രാഗൺ ഫ്ലൈ കിട്ടിയില്ല. അത് പിന്നെ പെടഞ്ഞ് താഴ്ത്ത് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ അവിടെ നിന്ന് അത് പറന്ന് ഡ്രാഗൺ ഫ്ലൈയുടെ മേത്തൊരു യെല്ലോ വാസ്പ് വന്ന് പിടിച്ച് അതിനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് പറന്ന് മുകളിൽ പോയി അവിടെ നിന്ന് വന്നിരുന്ന് അത് പെട്ടെന്നുള്ളൊരു 5-10 മിനിറ്റിനുള്ളിൽ ആ ഒരു ഫുള്ള് സീക്വൻസ് കഴിഞ്ഞു. ആ ഒരു ഫോട്ടോസ് നമുക്ക് ഈ പാർക്കുകളിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ അത്ര ചെറിയ ഇൻസെക്റ്റുകളെ കിട്ടില്ല. പിന്നെ കൂടുതൽ ഫ്ലവറുള്ളിടത്തും പോയാലും അതേപോലെ കാണില്ല. നമ്മൾ ഇതേപോലെ ഈ ദൂരെയുള്ള സ്ഥലങ്ങൾ, ഫാം, അതേപോലെ ഇപ്പോൾ ഈ മൗണ്ടൻ്റെ സൈഡ്, പിന്നെ ആരും ഉപയോഗിക്കാണ്ടൊക്കെ കിടക്കുന്ന സ്ഥലത്ത് വളർന്ന് നിൽക്കുന്ന പുല്ല്, അങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇതിൻ്റെ കൂടുതലും കാണുന്നത്. അതെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും രാവിലെ തന്നെ, എന്നാലേ ഇത് കിട്ടാറുള്ളൂ. അങ്ങനെയാണ് എല്ലാ വീക്കെൻഡിലും ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഫോട്ടോസും എല്ലാ ഇതും കിട്ടുന്നത്. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീ ഇതൊക്കെ എവിടെ പോയിട്ട് എടുക്കുന്നത്, ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ബട്ടർഫ്ലൈ ആയാലും മാൻറ്റീസ് ആയാലും ഈ വക ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടോ എന്നാണ് അതിന് പലരും ചോദിക്കുന്നത്. എല്ലാവരോടൊക്കെ പറയുന്നത് രാവിലെ എൻ്റെ ഒന്ന് യാത്ര ചെയ്ത് നോക്ക് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി മുന്നോട്ടുള്ളത് ഒരു ഇതേപോലെ മാക്രോ ഇതിൽ തന്നെ ഇൻസെക്റ്റുകളെ പറ്റിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് വെറൈറ്റി ഇൻസെക്റ്റുകളെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ അതിൻ്റെയൊക്കെ നല്ല ഫോട്ടോസും കൂടി കിട്ടാനുള്ളൊരു തയ്യാറെടുപ്പില്ല. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.